എന്താടാ ആൻസർ ഞാൻ പറഞ്ഞ പിന്നെ ഇതിനെ ചെയ്യുന്നേ അയ്യടാ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നോസ് മീ ബെറ്റർ, അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇത് മുന്നേ ചെയ്തിട്ടില്ലേ? അത് അളിയനും അളിയനല്ലല്ലോ. അളിയൻ അളിയനാണ്, കെട്ടിയവനും അനിയനും. രണ്ടുപേരിലും ഏറ്റവും നന്നായിട്ട് എന്നെ അറിയാവുന്നത് ആർക്കാണ് എന്നാണ് നമ്മളുടെ ഇന്നത്തെ ചലഞ്ച് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അവസാനം അളിയനളിയും തല്ലൂടരുത് കേട്ടോ. ഓക്കെ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണല്ലോ. ഇപ്പൊ പൊള്ളിമാനിയുടെ ആണെങ്കിലും ഞാൻ ഇന്ന് രാവിലെ കണ്ടുള്ളൂ. അത് ആക്ച്വലി ഞാൻ ഇന്നലെ മുതൽ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. കറക്റ്റ് ഇന്ന് തന്നെ ആ വീഡിയോ റിലീസ് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു വേഗം കേട്ടോ നമുക്കും ചെയ്യണം എന്നൊക്കെ. അങ്ങനെ അതിനൊരു ടൈം ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി പേര് ഇപ്പൊ റീസെന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും കൂടെ നമ്മളും ഇന്ന് ചെയ്യാണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൂസ്, ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണ്? കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ അത്? ഇംഗ്ലീഷ് എഴുതണം, മലയാളം എഴുതണം? മലയാളം എഴുതിക്കോ, അപ് ടു യു. കളർ എന്താ, ഇതെന്താന്ന് നിങ്ങൾ കാണിക്കില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരുന്നേ. എന്തിനാ ഇങ്ങോട്ട് നോക്കണേ? ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ചെയ്യുന്ന കാര്യം പറയാൻ പാടില്ല കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ, ഇവിടെ എന്താ എഴുതിയേക്കുന്നേ? ഫോൺ റീൽസ് കണ്ടിരിക്കും. ഓക്കെ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ദിവസങ്ങളിൽ അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന് രണ്ടുപേർക്കും 1-1. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി, ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു മൂവി. ഏതാണത്? ജയം പറയൂല കേട്ടാ. നിനക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത്? കൊറേ മൂവി കാണാറില്ലേ? കൊറേ മൂവി കാണാറുണ്ടല്ലോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7. അങ്ങനെ ഓടി പറയാൻ പറ്റില്ല. ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. രണ്ടുപേർക്കും എന്നെ അറിയില്ല. ലാലേട്ടന്റെ സിനിമയാ. ലാലേട്ടന്റെ സിനിമയാണ്, പക്ഷേ എനിക്കറിയാം. ഇനിയിപ്പോ കാര്യമില്ല. കിലുക്കല്ലേ? അയ്യോ, എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്കിപ്പോ ഈ പക്ഷെ ടൈം കഴിഞ്ഞാ പറഞ്ഞേ. അത് ഫൗളാണ്. അത് പോയി. മൈ മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചെലവഴിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം. രാജ്യാണോ? പറയാൻ പാടില്ല. രാജ്യാണോ അതോ അങ്ങനെ? രാജ്യം കേരളത്തിലാണോ അതോ? കേരളത്തിലാണ്. പിന്നെ ഞാൻ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിലല്ലേ? KL7 63 ആണാ 77 15 കഴിഞ്ഞോ? ഓക്കെ, മൂന്നാറാ. ഞാൻ എവിടെയാ പോയിരിക്കണം? മൂന്നാറ് ഞാൻ അങ്ങനെ പോയിരിക്കാറില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു വേറെ ഇഷ്ടപ്പെട്ട സ്ഥലം പോവാനല്ലേ. മൂന്നാറ് ബെഡ്റൂമിലാണ് ഞാൻ 20. ഇവൻ തന്നെ അത് പിന്നെ എല്ലാരും എങ്ങനെയല്ലേ? അല്ലെങ്കിൽ മറ്റേ ട്രോളൊക്കെ എടുത്തയക്കും. മൈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മറ്റേ പൂച്ചയുടെ ഇതിന്റെ ഒക്കെ
ഫുൾ ടൈം ഡേ സ്പെൻഡ് ചെയ്യുന്നത് ബെഡിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം റെസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് അയച്ചു എന്നിട്ടാണ് അവിടെ പൊട്ട സാരില്ല. നീ വിഷമിക്കണ്ട, അതിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യ വരുമ്പോ ഭാര്യയായിട്ട് നമുക്ക് ചെയ്യാം. അതിന് നീ തോറ്റാൽ ഞാൻ പറയാടാ അതിനെ. ഇപ്പൊ തോറ്റാലും കുഴപ്പമൊന്നുമില്ല. അധികം താമസില്ല, 16 വയസ്സായിട്ടേക്കില്ല. 2 കൊല്ലം കഴിഞ്ഞ് 18 ആണല്ലേ. എനിവേസ്, എനിക്ക് ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ഏറ്റവും ഇഷ്ടം? തലമുടി കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. എന്റെ ആങ്ങളൊക്കെയാണോ കെട്ടിയവനാണോ ആ കാര്യത്തിൽ എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന പറയാം. ലോങ് ഹെയർ ഷോർട്ട് ഹെയർ? എനിക്ക് ലോങ് ഹെയർ ഇഷ്ടം. അത് പറഞ്ഞ കാര്യമില്ല, അതിനിവിടെ പ്രസക്തിയില്ല. ഇവിടെ ഷോർട്ട് ഹെയർ ആണ് പറയുന്നത്, പക്ഷെ ആക്ച്വലി എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. അതെ, അന്ന് ക്യാബിൻ ക്രൂ ഒക്കെ ഇരുന്നപ്പോ എന്നിട്ട് പറഞ്ഞ ഷോർട്ട് അല്ലേ ഇഷ്ടം? അത് ഒരുപാട് കെയർ ചെയ്യാൻ പറ്റാത്ത കാരണമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ലോങ് ഹെയറിന് വേണ്ടിയിട്ട്. പക്ഷെ അത് വെട്ടിപ്പോയി. പിന്നെ ഇടയ്ക്ക് ലോങ് ഹെയർ വരുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഹെയർ ആ തോന്നാം. പക്ഷെ ഇപ്പൊ എനിക്കിഷ്ടം ഇതാണ്. സാരിലിട പോട്ടെ 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 നമ്മളെ. അപ്പൊ ഇവിടെ 3, ഇവിടെ 1. 3, 1. ഇതിന് വേഗം നമ്മൾ കയറി വരുന്നതായിരിക്കും. മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഓർ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ്? വിച്ച് വൺ ഈസ് മൈ ഫേവറേറ്റ്? അപ്പൂസ് ഇപ്പൊ കരയും. ഞാൻ ഇതിൽ നോക്കുന്നില്ല, നോക്കാതെ തന്നെ പറയാം. മൈൻ ഈസ് കഴിഞ്ഞില്ലേ, 2 പേര് എഴുതിയില്ലേ? ട്രഡീഷണൽ. കറക്റ്റ്. ട്രഡീഷണൽ. ട്രഡീഷണൽ. അവിടെ 4, ഇവിടെ 1. 2. അയ്യോ, 2. ഞാനൊന്ന് ഇനി ഒരു കോമൺ ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫുഡ്. അത് 2 പേര് ശരിയാക്കും. ഐ എം ഡാം ഷുവർ. കാരണം ഏത് നേരം തിന്ന് വാരി വലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പൂസിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വാങ്ങിത്തടാന്ന് പറയും. ബിരിയാണി. ഇതുണ്ട് കേട്ടോ ഞാൻ. അല്ല ഇനി തെറ്റാന്ന് പറയും. സൈലന്റ് ചെയ്തിട്ടുണ്ട്. കൂടോത്ര എനിക്കെന്നെ അറിയില്ല ഏത് ഗ്രൂപ്പ്. കാർ ഓർ ബൈക്ക്? ഇഷ്ടാണോ? ഇനി ഞാൻ പറയട്ടെ. കാർ. നിന്നെ വിമാനത്തിലെ വിടാവുന്ന ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ? രണ്ടുപേരും ബൈക്കാണ് എഴുതി വെച്ചേക്കുന്നത്. ബൈക്കാണത്. 24 മണിക്കൂർ കാറിലേ കയറി ഇരിക്കുള്ളൂ. അത് പറഞ്ഞ കാര്യമില്ല. ബൈക്കിൽ പോണം ഏതെങ്കിലും പറയുന്നുണ്ടല്ലോ. അത് ബൈക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പോവാൻ താല്പര്യം കാരണം മുടിയൊക്കെ ഇങ്ങനെ പറന്ന് വെയിലൊക്കെ കൊണ്ട് എനിക്ക് അത് കാരണം. ഇനി ബൈക്കിൽ പോണെന്ന് പറയരുത്. അത് ഞാൻ പറയും. മഴ അങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ബൈക്കിൽ പോവാനായിട്ട് ഇഷ്ടമാണ്. ഇത് മഴയുള്ളപ്പോ അതുകൊണ്ട് പറയാം. അപ്പൊ എനിക്ക് നിന്റെ വികാരം ഇപ്പൊ മനസ്സിലാവുന്നതേ ഉള്ളൂ. സാരില്ലടാ പോട്ടെ. ഓക്കെ, ഇനി അടുത്തത്. മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്? ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ കാര്യം ചോദിച്ചാ 56 പേരുണ്ടാവും. അതെന്താന്നല്ലോ. ഇല്ല, ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഇടുന്ന കോമൺ ആയിട്ട് ഇടുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്. അത് ഏതാന്ന് പറയാം. ഷെയ്ഡ് എന്ന് വെച്ചാ കളർ എങ്ങനെയാണോ? ഏതെങ്കിലും ഒരു കളറ്. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് കളർ പറയാം. ഇത് മറ്റേ റീല് പോലെയാവും. റീലുണ്ടല്ലോ. അല്ല കൊറേ പേരുണ്ടാവൂലോ. ഒരു ഷെയ്ഡ് അല്ലല്ലോ, നമുക്കൊക്കെ ഒരു ഷെയ്ഡ്. മറ്റേ RGB എന്നൊക്കെ പറയുന്നല്ലേ. RGB റെഡ് ഗ്രീൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? മതി, ഇനി നിൽക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഡൺ. ബിഫോർ ദാറ്റ് ഞാൻ പറയട്ടെ കേട്ടോ. മൈ ഫേവറേറ്റ് ഷെയ്ഡ് ഈസ് റെഡ്. ന്യൂഡ്, ലൈറ്റ് റെഡ്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. റെഡ് ഞാൻ എപ്പോഴും പറയാറുള്ളല്ലോ.
പക്ഷെ ഇപ്പൊ എഴുതിയിട്ടില്ല. അത് നീ ഇപ്പോഴും പിങ്ക് ആണ് യൂസ് ചെയ്യണത്. ന്യൂഡ് ഷെയ്ഡ്. ഇത് ന്യൂഡ് ഷെയ്ഡാ. പിങ്ക് ന്യൂഡാന്ന് ആരാ പറഞ്ഞേ? ന്യൂഡ് പിങ്ക് നീയല്ലേ പറയാറ്? ആ അത് പണ്ടത്തെ എന്റെ പക്ഷെ ഫേവറേറ്റ് കളർ റെഡ് ആണ്. എന്നിട്ട് റെഡ് കാണാറില്ല. ഞാൻ പറയുമ്പോഴോ റെഡ്. ഇല്ല ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ റെഡ് ആയിടാറുള്ളൂ. എപ്പോഴും റെഡ് ആയിടാറുള്ളൂ. ഓ ശരി. ലൈറ്റ് റെഡ് എഴുതിയേക്കാൾ റെഡ് ഉള്ളത് കൊണ്ട് ഞാൻ അവന് ഒരു ഗ്രീസ് മാർക്ക് കൊടുക്കാൻ പോയിട്ടിടാം. റെഡ് തന്നെ അത്രേ ഉള്ളൂ. അതെ റെഡ് ഉള്ളു. ബേബി ഗേൾ ഓർ ബേബി ബോയ്? ഭാവിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഗസ് ആണ് കേട്ടത്. അത് അളിയനാണ് ഈ അളിയനാണോ നോക്കാം. ഓക്കെ ഞാൻ ഇനി എഴുതരുതേ, ഞാൻ പറയുവാണേ. ബേബി ഗേൾ ഗേൾ. അത് കുഞ്ഞുമറിയത്തിന്റെ ഒക്കെ ഇവിടെ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോ ഇവർക്ക് അറിയാം ബേബി ഗേൾ ആണെന്നുള്ള കാര്യം. മൈ ഫേവറേറ്റ് ആക്ടർ? അത് സിമ്പിള്. അത് സിമ്പിൾ നോക്ക്. മോഹൻലാൽ, ലാലേട്ടൻ. ലാലേട്ടൻ ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. ഗോൾഡ് ഓർ സിൽവർ? കളറാ? എനിക്കിഷ്ടം ഗോൾഡ് ആണോ സിൽവർ ആണോ? ഓർണമെന്റ്സ്, ജ്വല്ലറീസ് ഗോൾഡ് ആണോ സിൽവർ ആണോ? നോക്കട്ടെ. ഗോൾഡ് ആണേ. ഗോൾഡ് സിൽവർ പോയിടാ. പോയി. എടാ നീ എന്തെങ്കിലും സിൽവർ കാണുന്നുണ്ടോ? എന്നാലും ചെറുപ്പത്തില് ഇട്ട സിൽവർ ഒക്കെ ഇട്ടുണ്ട്. ഞാനിവിടെ ആ ഓർമ്മയുടെ അനുസരിച്ച് ഞാൻ എഴുതിയതാ. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്? യെസ്, മൈ ഫേവറേറ്റ് വൺ. ഞാൻ ഇടയ്ക്ക് അത് വാങ്ങിപ്പിക്കും, പക്ഷെ എപ്പോഴും കിട്ടാറുമില്ല. അത് പറഞ്ഞോ. പറയാണേ. കഴിഞ്ഞില്ലേ? മാംഗോ. ശരി. ഇതെന്താ എഴുതിയിരിക്കുന്നേ? മാംഗോ ആണ് എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കാൻ. കിട്ടാറുണ്ടല്ലോ ഇപ്പൊ. ഇടക്കിടക്ക് കിട്ടാറുണ്ടല്ലോ. ഞാനാണ് ദിവസം ജ്യൂസ് അടിച്ചു കൊടുക്കണം. സാരല്ല, രണ്ടെണ്ണല്ലേ പോയുള്ളൂ. അഹങ്കാരം. മൈ ഫേവറേറ്റ് വാച്ച്? ബ്രാൻഡാണോ? കഴിഞ്ഞോ? മൈക്കൽ കോഴ്സ്. എനിക്ക് ഞാൻ കണ്ടിട്ടില്ല വാച്ച്. എവിടെയാണ് എനിക്ക് കാസിയോന്റെ വാച്ച്? അത് മമ്മിക്ക് വാങ്ങിച്ചു കൊടുത്തത്. മമ്മിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ വാച്ച് കണ്ടിട്ടില്ല. എടാ അതാണ് ഞാൻ സ്ഥിരം കെട്ടാറ്. ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ഇവിടെ അല്ല. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ചോദിക്കും. അത് ചോദിക്കി. ഇതൊക്കെ എളുപ്പം. എന്റെ സ്കൂൾ നെയിം ടിൽ 8. ആ സ്കൂൾ നെയിം കംപ്ലീറ്റ് ആയിട്ട് വേണം കേട്ടോ. പ്ലേസ് നെയിം അല്ല, സ്കൂൾ നെയിം. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത് ഏത് സ്കൂളിലാണ്? കഴിഞ്ഞു. എനിക്ക് കൺഫ്യൂഷൻ. കഴിഞ്ഞില്ലേ? സെന്റ് ജോസഫ്സ് കറുകച്ചേരി. അയ്യോ ഞാൻ ആദ്യം എഴുതിയതാ. പുളിയനോ? ഞാൻ എപ്പോഴാണ് പുളിയനത്ത് പഠിച്ചത്? അല്ല ഞാൻ പുളിയനത്ത് പിന്നെ ആദ്യം പറഞ്ഞ ഓർമ്മ. വിദ്യാനികേതനില് നിന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നൊക്കെ നീ മറന്നോ? ഞാൻ ആദ്യം എഴുതിയത് അതേ ഒരു സംശയം വന്നപ്പോ. ഓ ഗോഡ്. ഇവൻ 4ാം ക്ലാസ് വരെ അപ്പുറത്താ പഠിച്ചത്. എന്നിട്ട് ഇവൻ ഞാൻ എപ്പോഴാണ് അത് വിട്ട് പുളിയനത്ത്. ഇനി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് നല്ല ഡിഫിക്കൽട്ട്. ഡോണ്ട് വറിടാ.
എനിക്ക് പറ്റിയ ആദ്യത്തെ ആക്സിഡന്റ് എന്നുവെച്ചാ ആക്സിഡന്റ് മാർക്ക് ഏതാ? വണ്ടിയിലാണോ? ആ, വലിയ ആക്സിഡന്റ് പറ്റിയതിന്റെ മാർക്ക് എവിടെയാ? മാർക്ക് എവിടെയാന്ന് വെച്ചാൽ എനിക്ക് അറിയാം, പക്ഷെ ആ സ്ഥലത്തിന്റെ പേര് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്ത് നീ തന്നെ എഴുതി മണ്ടോ നോക്ക്. അയ്യേ കുഞ്ഞിലൊക്കെ വീണ്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആ, താടിയില് ചിന്നില്. ഡിഫിക്കൽട്ട് അല്ലല്ലോ കർത്താവ്, രണ്ടുപേരും കറക്റ്റ് ചെയ്തു. ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പൂസിന്റെ ജനനം? എനിക്കറിയില്ലേ? ഞാൻ ജനിച്ചപ്പോ എനിക്കറിയില്ല. ഞാൻ ജനിച്ചപ്പോ എനിക്കറിയില്ല. എടാ, എപ്പോഴും ഞാനത് കഥയായിട്ട് പറയും. മറ്റേ ഫയലൊക്കെ എടുത്തോണ്ട് വന്ന് പപ്പ നീ കഴിഞ്ഞപ്പോ പപ്പ എന്നെ എടുത്ത് പൊക്കി അച്ചു നമുക്കൊരു അനിയന്മാവി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു വന്ന കഥ. അത് ഞാൻ അന്ന് ക്ലാസ് ലീഡർ ആയിരുന്നു. എത്ര വയസ്സാന്നാ? ഓക്കെ, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. വയസ്സല്ല, ക്ലാസ്. ക്ലാസ്സാ? അയ്യോ അയ്യോ. 7, 7, 8, 9, 10. I was in 5th standard. Oh my god. 8. 6, 7, 8. അപ്പൊ 3 കൊല്ലം കൂടി ഉണ്ട്. 8 പോടുന്നു. ഞാൻ 8ാം ക്ലാസ് പഠിക്കും. 5 പഠിക്കുമ്പോഴവരുണ്ടായ ഞാൻ കണക്ക് കൂട്ടി എഴുതിയതാ. തേങ്ങ കണക്ക് കൂട്ടുമ്പോഴാണെങ്കിലും നിനക്ക് ഇപ്പൊ 16 വയസ്സ്. ഞാൻ പെട്ടെന്ന് കണക്ക് കൂട്ടിയതാ. വെരി ഗുഡ്. മൈ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് പേര്? സ്കൂളിൽ കേട്ടോ. ചൈൽഡ്ഹുഡ് ബെസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള സുഹൃത്തിന്റെ പേര് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചുള്ളൂ 2-3 days back. പേര് മറന്നുപോയി. I don't care. ആണോ? പേര് മറന്നുപോയി. എനിക്കറിയാം. Okay, done. ജിസ്നെ ആണ് ട്ടോ. മരിയ അല്ല, റോസ്. എല്ലാ പേരും ഒരു മരിയ അല്ല, ജിസ്നേനെ ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാ കൂട്ടുകാരികൾക്കും ഉണ്ടാവും ഒരു മരിയ, അതുകൊണ്ട് മരിയാന്ന് എഴുതിയതാണ്. അല്ല, ജിസ്നയാന്ന് എനിക്കറിയാന്നു, പക്ഷെ പേര് അങ്ങോട്ട് പക്ഷെ പേര് രണ്ടും തെറ്റിയാണ്ട് പോയി. ഇനിട്ടാ ഞാൻ നോക്കട്ടെ എത്ര എണ്ണം കറക്റ്റ് ഉണ്ടെന്ന്. 11 മാർക്ക്. 8. അങ്ങനെ നീ കൂട്ടണ്ട. എനിക്ക് കൂട്ടാറില്ല. 8 പേർക്ക്. ഉണ്ണിയേട്ടൻ ഇവിടെ 11, ഇവിടെ 8. പക്ഷേ എന്നിരുന്നാലും ഭാവങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇവിടെ പരീക്ഷയ്ക്ക് തോറ്റ എക്സ്പ്രഷൻ സാരില്ലടാ. ഇത് കുറച്ചും കൂടി ചേച്ചിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, അവൻ വിചാരിക്കുന്നുണ്ടാവും ഇതിലും ഭേദം പരീക്ഷ. ഇവര് കല്യാണം കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചേ. ഈ വാച്ചിനൊക്കെ വാച്ചൊന്നും ഞാൻ റൂമിലേക്ക് കയറാറില്ല. കല്യാണത്തിന് മുന്നേ എനിക്ക് ആ വാച്ച് വാങ്ങി തന്നിരുന്നു. ഞാനല്ലേ വാങ്ങിയ. മമ്മി അവിടെ കറി ഉണ്ടാക്കി തുടങ്ങി ഗൈസ്. ചെമ്മീന്റെ മണമുണ്ട്. അല്ല, വേറെന്തുവാ? ഉള്ളിത്തീയില. പപ്പ വരുന്നു ഗൈസ്. നിനക്കുള്ളത് ഞാൻ പയ്യെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വരാം. ഞാനിങ്ങനെ പ്ലാനിങ്ങിലാണ്. അതുവരെ എല്ലാവർക്കും ബൈ. ബിഫോർ ദാറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാ.